ദൈവനാമമാത്തപ്പെടട്ടെ. എത്ര പേര് ഇന്ന് പകലിൽ ക്രിസ്തുയേശുവിൽ സന്തോഷമായിരിക്കുന്നു? എല്ലാവരും ക്രിസ്തുയേശുവിൽ സുഖവും ശുഭവുമായിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. അല്പനേരത്തെ ചിന്തയ്ക്കായിട്ട് സങ്കീർത്തനങ്ങൾ 6:8 ഇങ്ങനെ വായിക്കുന്നു: യഹോവ എന്റെ കരച്ചിലിന്റെ ശബ്ദം കേട്ടിരിക്കുന്നു. എന്നെ കേൾക്കുന്ന ആ ദൈവമക്കളെ, ആരെങ്കിലും ദുഃഖത്തോടെ ആയിരിക്കുന്നു, പരിശുദ്ധാത്മാവ് നിങ്ങളോട് ദൂതറിയിക്കുന്നു. ഏത് തരത്തിലുള്ള ദുഃഖമായിക്കോട്ടെ, വിലാപത്തോടെ കരച്ചിലോടെ ആയിരിക്കുന്നു, വല്ലാത്ത വിഷമസന്ധിയിൽ കൂടെ കടന്നു പോകുന്നു, പരിശുദ്ധാത്മാവ് അതെ നിങ്ങളോടത്രേ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷെ നിങ്ങളുടെ ദുഃഖത്തിന് കാരണം നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ അസുഖമായിരിക്കാം, അവരെ ഭാവിയെ പറ്റി ചിന്തിച്ചായിരിക്കാം, നിങ്ങളുടെ വിചാരങ്ങൾ, നിങ്ങളുടെ വിഷമങ്ങൾ, നിങ്ങളുടെ കുടുംബജീവിതത്തെ പറ്റിയിട്ടുള്ള വിഷയമായിരിക്കാം നിങ്ങളുടെ ഭാരമായിരിക്കുന്നത്, കുടുംബജീവിതത്തിലുള്ള പ്രശ്നങ്ങളായിരിക്കാം നിങ്ങളെ അലട്ടിക്കൊണ്ടിരിക്കുന്നത്, നിങ്ങളുടെ ജോലിയിലുള്ള പ്രശ്നങ്ങളായിരിക്കാം നിങ്ങളെ അലട്ടിക്കൊണ്ടിരിക്കുന്നത്, നിങ്ങളുടെ സാമ്പത്തികമായിട്ടുള്ള തകർച്ചയായിരിക്കാം നിങ്ങളെ അലട്ടിക്കൊണ്ടിരിക്കുന്നത്, നിങ്ങളുടെ ബിസിനസ് മേഖലകളിലുള്ള തകർച്ചയായിരിക്കാം നിങ്ങളെ അലട്ടിക്കൊണ്ടിരിക്കുന്നത്. പരിശുദ്ധാത്മാവ് അതെ ഇന്ന് പകലിൽ നിങ്ങളോടത്രേ ദൂതറിയിക്കുന്നത്, ആലോചന അറിയിക്കുന്നത്. വിശ്വസിച്ച് ആമേൻ പറഞ്ഞ് ഏറ്റെടുത്താട്ടെ. നിങ്ങളുടെ കരച്ചിലിന്റെ ശബ്ദം അവൻ കേട്ടിരിക്കുന്നു. നിങ്ങൾ ഒറ്റയ്ക്കിരുന്ന് കരയുന്നത് അവൻ കണ്ടിരിക്കുന്നു. ആമേൻ, സ്തോത്രം. അവൻ നിങ്ങളെ ഒരു നാളും കൈവിടത്തില്ല, ഉപേക്ഷിച്ച് കളഞ്ഞിട്ടുമില്ല. അതുകൊണ്ടത്രേ ഇന്ന് പ്രഭാതത്തിൽ ദൂത് കേട്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങളെ ആ സാഹചര്യത്തിൽ നിന്നും യേശുപ്പൻ പുറത്തു കൊണ്ടുവരുവാൻ പോകുന്നു. വിശ്വസിച്ച് ആമേൻ പറഞ്ഞ് ഏറ്റെടുത്താട്ടെ. നിങ്ങളുടെ കണ്ണുനീരിനെ ഇന്ന് പ്രഭാതത്തിൽ എൻ്റെ സ്വർഗത്തിന് ദൈവം ഒപ്പിയെടുക്കുന്നു. അതെ, ഒപ്പിയെടുക്കുന്നു. പരിശുദ്ധാത്മാവ് നിങ്ങളെ അവന്റെ സമാധാനത്താൽ നിറച്ചുകൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ കണ്ണുനീരിന്റെ റൂട്ട് കോസിനെ സ്വർഗത്തിന് ദൈവം അത് പരിഹരിക്കുവാൻ പോവുക. അത് റൂട്ട് കോസ് എന്താന്ന് നിങ്ങൾക്കറിയാമല്ലോ. ആ റൂട്ട് കോസിനെ, ആ വിലാപത്തിന്റെ, ആ കരച്ചിലിന്റെ റൂട്ട് കോസിനെ ഇന്ന് പരിശുദ്ധാത്മാവ് പരിഹരിക്കുവാൻ പോകുന്നു. വിശ്വസിച്ചാട്ടെ. അവന്റെ സ്നേഹം ആർക്കും മെഷർ ചെയ്യാൻ പറ്റത്തില്ല, ആർക്കും അളക്കുവാൻ പറ്റുന്നതല്ല. നിങ്ങളുടെ അപ്പൻ അമ്മ സ്നേഹിക്കുന്നതിലുപരിയായി, നിങ്ങളുടെ തുണ സ്നേഹിക്കുന്നതിലുപരിയായി, നിങ്ങളുടെ കുഞ്ഞുങ്ങൾ സ്നേഹിക്കുന്നതിലുപരിയായി എൻ്റെ യേശു നിങ്ങളെ സ്നേഹിക്കുന്നു. യേശു നിങ്ങളെ സ്നേഹിക്കുന്നു. ആ സ്നേഹം നിങ്ങൾക്ക് ആർക്കും അളക്കുവാൻ സാധിക്കത്തില്ല. അതെ, ആ സ്നേഹമാണ് ഇന്ന് പകലിൽ നിങ്ങളോട് അടുത്തു വന്നിരിക്കുന്നത്, നിങ്ങളോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. ആ സ്നേഹത്താൽ നിങ്ങളെ നിറച്ചുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ ആ വിഷയത്തിൽ നിന്ന്, ആ വിലാപത്തിൽ നിന്ന്, നിങ്ങൾ ആ കരച്ചിൽ നിന്ന് പുറത്തു വരുവാൻ പോകുന്നു. സന്തോഷം ഉടുപ്പിക്കുവാൻ പോകുന്നു. അതെ, അവന്റെ സന്തോഷത്താൽ നിങ്ങൾ നിറയുവാൻ പോകുന്നു. കണ്ണുകളെ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം. കർത്താവെ, നൽകി തന്ന അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിനായിട്ട് നന്ദിയോടെ സ്തുതിക്കുന്നു. ഈ ജനത്തെ അടിയൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവർ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന വിലാപത്തിന്റെ റീസൺ അടിയൻ അറിയുന്നില്ല, കാരണം അടിയൻ അറിയുന്നില്ല. സ്വർഗം അറിയുന്നല്ലോ. തലമുറകളെ പറ്റിയിട്ടുള്ള ദുഃഖമായിരിക്കാം കർത്താവെ, കുടുംബജീവിതത്തിൽ അനുഭവിക്കുന്ന വിഷയങ്ങളായിരിക്കാം, ജോലിയോടനുബന്ധിച്ചിട്ടുള്ള വിഷയങ്ങളായിരിക്കാം, ബിസിനസ്സിലുള്ള വിഷയങ്ങളായിരിക്കാം, സാമ്പത്തിക തകർച്ചയായിരിക്കാം. എന്ത് തന്നെയാണ് അതിൻ്റെ റൂട്ട് കോസ് ഇരുന്നാലും സ്വർഗത്തിന് ദൈവമേ, ആ റൂട്ട് കോസിനെ ഇന്ന് പകലിൽ സ്വർഗം പരിഹരിച്ച് അവരെ പുറത്തു കൊണ്ടുവരണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവരുടെ വായിൽ കൂടി അത്ഭുത സാക്ഷ്യങ്ങൾ ഈ ദിവസങ്ങളിൽ കേൾക്കട്ടെ. സ്വർഗം തുറന്ന് പ്രാർത്ഥനയുടെ നന്ദി. സകലമാനവും മൊത്തം കർത്താവിന് ഞങ്ങൾക്കായി ജീവൻ തന്ന യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ഈ വചനങ്ങളാൽ ഏവരെയും ദൈവം സമൃദ്ധിയായി ധാരാളമായി അനുഗ്രഹിക്കട്ടെ.